കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, കുടുംബം ദേവാലയമാകണമെങ്കിൽ സ്ഥാപിക്കേണ്ട നാലാമത്തെ തൂണ് സാമീപ്യം എന്ന തൂണാണ്. സാമീപ്യം എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി. ഒരു കുടുംബത്തിൽ പരസ്പരമുള്ള ആ ഒരു സാന്നിധ്യം ആണ് ഈ കുടുംബത്തെ ദേവാലയമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പലപ്പോഴും കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്. പണവും സുഖ സൗകര്യങ്ങളൊക്കെ പലപ്പോഴും മക്കൾക്ക് വേണ്ടി വിദേശങ്ങളിലൊക്കെ പോയി അധ്വാനിച്ച് നേടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ശരിയായ ഒരു സാമീപ്യമോ സാന്നിധ്യമോ മാതാപിതാക്കളുടെ സാന്നിധ്യവും സാമീപ്യവും ലഭിക്കാത്തതിനാൽ വഴിവിട്ട ജീവിതങ്ങളായി മാറുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന എത്രയോ മക്കൾ സാമീപ്യത്തിൻ്റെ കുറവ് കൊണ്ട്, സാന്നിധ്യത്തിൻ്റെ കുറവ് കൊണ്ട്. അപ്പോൾ പണവും സുഖ സൗകര്യങ്ങളും കൊടുത്താൽ മാത്രം പോരാ പ്രിയം നിറഞ്ഞവരെ. സാമീപ്യവും സാന്നിധ്യവും കൊടുക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരു ദേവാലയമായി മാറുന്ന, പരസ്പരം തുറന്ന് സംസാരിക്കുകയും പെരുമാറുകയും നയിക്കുകയും ചെയ്യുന്ന, സ്നേഹത്തിൽ വളരുന്ന ഒരു കുടുംബമായി മാറുകയുള്ളൂ. സാമീപ്യം എന്ന തൂണ് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു തൂണാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്ന് നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്. ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ അമ്മ അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിച്ചത്? അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു, അമ്മയുടെ സാമീപ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു. ഇനി ഈ അമ്മ ആരുടെ അടുത്തേക്കാണ് ആ കുടുംബത്തിലെ അമ്മ ആരുടെ അടുത്തേക്കാണ് അവർ അയക്കുന്നത്? ഈശോയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, ഈശോയുടെ സാമീപ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ സാമീപ്യത്തിനും സാന്നിധ്യത്തിനുമുള്ള ഒരു പ്രത്യേകത പരസ്പരം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് അത് സഹായിക്കുന്നു. ആവശ്യഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വലിയൊരു സഹായം ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാകാം, ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടിയാകാം, ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് വേണ്ടിയാകാം. കർത്താവിൻ്റെ വലിയൊരു സഹായത്തിനായി പരിശുദ്ധ അമ്മയെപ്പോലെ അവിടത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് സാമീപ്യത്തിന് വലിയൊരു പങ്കുണ്ട്, സാന്നിധ്യത്തിന് വലിയൊരു പങ്കുണ്ട്. പ്രിയതരഞ്ഞവരെ, ദിവികാനീശയുടെ മുമ്പിൽ നമുക്ക് ഒന്ന് വിലയിരുത്താം. ഈശോയെ, എന്തുമാത്രം എൻ്റെ സാന്നിധ്യവും സാമീപ്യവും എൻ്റെ ജീവിത പങ്കാളിക്കും, മക്കൾക്കും, മാതാപിതാക്കൾക്കും ഞാൻ നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ, ആ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞതുപോലെ എൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെ മക്കളുടെയും മാതാപിതാക്കളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുവാനുള്ള വലിയ ശക്തിയായി മാറുന്നു. ഈശോയെ, സാന്നിധ്യത്താലും സാമീപ്യത്താലും അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ചാലും, അങ്ങയുടെ സാന്നിധ്യമുള്ളിടത്ത്, അങ്ങയുടെ സാമീപ്യമുള്ളിടത്ത് എന്തൊക്കെ കുറവുകളുണ്ടായാലും ആ കുറവുകളൊക്കെ നിറവുകളായി മാറുമെന്ന് കാനായിലെ കല്യാണ വിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ സാമീപ്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു ദേവാലയമായി മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ നീ വലിയവൻ, യേശുവേ നീ സർവവും, യേശുവേ നീ ഉന്നതൻ, സ്വർഗത്തിൻ അധിപതിയായി വാഴുന്നവൻ. യേശുവേ
അധിപതിയായി വാഴുന്നവൻ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ സർവവും, യേശുവേ നീ ഉന്നതൻ, സ്വർഗത്തിൻ അധിപതിയായി വാഴുന്നവൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.